ഹലോ വീഡിയോസ്. അപ്പോൾ ഒരു അമ്മയാകുക എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? പക്ഷേ അതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ്. അധികം ആൾക്കാരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഇതെന്താണെന്ന് മനസ്സിലാവും. അതായത് പ്രസവശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരുതരം ഡിപ്രഷൻ, വല്ലാത്തൊരു മാനസികാവസ്ഥ. ഈ ഒരു മാനസികാവസ്ഥയെ ശരിക്കും പറഞ്ഞാൽ ആരും അധികം കണക്കിലെടുക്കാറില്ല, ഗൗരവമായി നോക്കാറുമില്ല. പക്ഷേ ഇത് ചിലരിലെങ്കിലും വളരെ ഗുരുതരമായേക്കാം. കാരണം ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ, കുഞ്ഞിനെ ഞെക്കിക്കൊന്നു, കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തിക്കൊന്നു, 1 വയസ്സായ അല്ലെങ്കിൽ 6 മാസം പ്രായമുള്ള. ഈ അടുത്ത കാലത്ത് നമ്മൾ കുറേ സംഭവങ്ങൾ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇവർ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ. കാര്യം ഈ സ്ത്രീകൾക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് പിന്നെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നത് ഗുരുതരമായ രോഗാവസ്ഥയിൽ എത്തിയവർക്കാണ് അങ്ങനെ പറ്റുന്നത്. പക്ഷേ അതൊന്നുമല്ലെങ്കിലും ചെറിയ ചെറിയ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെ തന്നെ കുടുംബജീവിതങ്ങളിൽ അസ്വാരസ്യങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ചിലർ കുഞ്ഞിനോട് കാണിക്കാറുണ്ട്. പാവം കുഞ്ഞ് ഒന്നും അറിയാത്ത ആ ഒരു കുഞ്ഞ് അത് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്താണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് പ്രസവത്തിന് കുറച്ച് മുമ്പായിട്ടോ അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷമോ അവർക്ക് പെട്ടെന്നുണ്ടാകുന്നൊരു ഹോർമോൺ ചേഞ്ചാണ്. അത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് അവരിലൊരു മാറ്റം വരും. ആ ഒരു മാറ്റം ഇത് പ്രത്യേകിച്ച് ഒരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ ഉറക്കമില്ലായ്മ എന്നൊരു സംഭവത്തിലേക്ക് പോകുന്നതാണ്. നമ്മുടെ പെൺകുട്ടികൾക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് അവർ ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത്. അതായത് കുഞ്ഞ് ഉറങ്ങുന്ന ടൈം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവർ ആ വീട്ടിലെ കുഞ്ഞിൻ്റെതായ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അലക്കലും ബാക്കി വീട്ടുപണികളും ഒക്കെ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? കുഞ്ഞ് ഉണർന്നു കഴിയുമ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ ഒപ്പം ഇരിക്കേണ്ടി വരും. അപ്പോൾ കുഞ്ഞെന്ന് പറയുന്നത് അതിന് രാവും പകലും അറിയില്ല. കുഞ്ഞിന് ഉറക്കം വരുന്ന ടൈം ആകുമ്പോൾ കുഞ്ഞ് ഉറങ്ങും അല്ലേ, രാത്രി എന്നോ പകലെന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഡീപ്പായി ഉറങ്ങുന്ന ടൈം ഏതാണ്? രാത്രിയാണ്. പക്ഷെ കുഞ്ഞ് ചിലപ്പോൾ രാത്രി ഫുള്ളാக ഉണർന്നിരിക്കും, പകലൊക്കെ ആയിരിക്കും കുഞ്ഞ് ഉറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, കുഞ്ഞ് എപ്പോൾ ഉറങ്ങുന്നു നിങ്ങളും കുഞ്ഞിനൊപ്പം ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങളും കുഞ്ഞിനോടൊപ്പം തന്നെ ഉറങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കക്കുറവെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആകെ താളം തെറ്റിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഉറക്കമില്ലായ്മയിൽ നിന്നാണ്. നിങ്ങൾ താളം തെറ്റുക. കാര്യം നമ്മളെ സാധാരണ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മനുഷ്യർ പോലും ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മളെ മാനസികാവസ്ഥ ആകെ തെറ്റും. അപ്പോൾ നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു രീതി മാറ്റുക. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വീട്ടുകാരും ഹസ്ബൻഡുമാണ്. ഭർത്താവും വീട്ടുകാരും വിചാരിച്ചാൽ മാത്രമേ ആ സ്ത്രീക്ക് ആ കുഞ്ഞിൻ്റെ ഒപ്പം കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ആദ്യമേ കൊടുക്കണം. ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം അവളുടെ മാനസികാവസ്ഥ തെറ്റി അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്ന് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. അവൾക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടണം. അതിന് നിങ്ങൾ സഹായിക്കണം. ആ വീട്ടു ജോലികളൊക്കെ നിങ്ങളൊക്കെ ചെയ്ത് സഹായിക്കുക. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് അവളും കിടന്ന് ഉറങ്ങുക. എന്നിട്ട് രാത്രി കുഞ്ഞെപ്പോൾ ഉറങ്ങാതിരിക്കണോ അവളും അതുപോലെ ഉറങ്ങാണ്ടിരിക്കേണ്ടി വരും, കുഞ്ഞിനെ നോക്കിയിരിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ ഈ പെൺകുട്ടികൾ, എനിക്ക് അറിയില്ല, ഇപ്പോൾ കല്യാണമേ വേണ്ടാന്നുള്ള ഒരു തീരുമാനത്തിലാണ് പെൺകുട്ടികൾ. കാര്യം ഇവരുടെ എല്ലാം ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു തിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രസവം അല്ലെങ്കിൽ കുടുംബം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബാധ്യതയുള്ള സംഭവമാണ്. നമ്മുടെ സൗന്ദര്യമൊക്കെ നശിച്ചു പോകും, നമ്മളെ പിന്നെ ഒന്നിനും കൊള്ളൂല, നമ്മളെ ലൈഫിലെ വൈബൊക്കെ പോവും എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് പെൺകുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു കല്യാണം, ഒരു കുടുംബജീവിതം, കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ലൈഫിൻ്റെ രീതിയാണ്. മീൻസ് അതൊന്നും ഇല്ലാതെയും നമുക്ക് ജീവിക്കാം. ലൈഫ് എങ്ങനെ വേണോ ആർക്ക് വേണം എൻജോയ് ചെയ്യാം. പക്ഷേ ഫാമിലി വേണം അല്ലെങ്കിൽ കുടുംബം വേണം, കുട്ടി വേണം എന്നൊക്കെയുള്ളത് നമ്മുടെ രീതിയാണ്. അതിനോട് നമുക്ക് വേണമെങ്കിൽ യോജിക്കാം, അല്ലെങ്കിൽ ഇല്ല. പക്ഷേ എന്താണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. പെൺകുട്ടികളോടാണ് ഒരിക്കലും നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ ഒക്കെ നിങ്ങൾ മാറ്റുക. കാര്യം ഒരുപാട് പേര് പറയുന്നത്, എടി നിൻ്റെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല, അയ്യോ നിൻ്റെ ലൈഫ് അതോടെ പോയി, നിൻ്റെ ശരീര സൗന്ദര്യമൊക്കെ പോടി, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ തിങ്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇവർ ഇതിലേക്ക് കടക്കുന്നത്. അപ്പോൾ തന്നെ ഇവരുടെ മനസ്സിൻ്റെ ഒരു സന്തോഷവും ഉള്ള വൈബും ഒക്കെ പോയി കിട്ടും. അങ്ങനെയൊന്നും അല്ല. നമ്മളാണ് നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ സന്തോഷം കൊണ്ടുവരണോ, നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കണോ, നമ്മുടെ കുഞ്ഞുമായിട്ടുള്ള സംഭവം തന്നെ നമുക്കൊരു വൈബാണോ എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അത് താളം തെറ്റാതെ നോക്കുക എന്നുള്ളത് നമ്മളാണ് നോക്കേണ്ടത്. ഇനി ഈ പെൺകുട്ടികൾക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഈ പെൺകുട്ടിക്ക് ഇങ്ങനൊരു മാനസികാവസ്ഥ വരുന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന
വീട്ടുകാരാണ് ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പെട്ടെന്നുണ്ടാകുന്ന പുള്ളിക്കാരിയുടെ ഒരു സ്വഭാവത്തിലുള്ള മാറ്റം, അതായത് കുഞ്ഞിനോട് അടുപ്പം കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനോട് ഓവർ സ്നേഹം കാണിക്കുക, ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല ഭക്ഷണം അമിതമായി കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുക, കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും മുലപ്പാൽ കൊടുക്കണം എന്നുള്ള ടെൻഡൻസി വരിക, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തും അമിതമാകുക അല്ലെങ്കിൽ തീരെ ഇല്ലാതാകുക, ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഗുരുതരമായ ഒരു രോഗത്തിലേക്ക് പോവും. അപ്പോൾ അത് തുടക്കത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും, ആ കുട്ടിക്ക് വേണ്ടത്ര സപ്പോർട്ട്. അപ്പോൾ അവൾക്ക് മാനസികാവസ്ഥയിൽ കുറേ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കാര്യം അവളുടെ വേണ്ടത്ര സപ്പോർട്ട് നിങ്ങൾ അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. അവിടെ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും അവളൊരു രോഗാവസ്ഥയിൽ എത്താതെ തന്നെ നമുക്ക് കുഞ്ഞിനെയും അമ്മേനെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഒരു ഡിപ്രഷനിലേക്ക് എത്തിപ്പോയി എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കാര്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഓക്കെ, അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. അത് ഒരിക്കലും ഒരു ഭ്രാന്ത് എന്നുള്ള ഒരു സൊസൈറ്റിക്ക് അങ്ങനെ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്രഷൻ്റെ മരുന്നുകളൊക്കെ ഉണ്ട്. ഈ മരുന്നുകളൊന്നും കുറച്ച് നാളത്തേക്ക് പുള്ളിക്കാരുടെ മാനസികാവസ്ഥ ശരിയായി വരുന്നവരെ കഴിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല. കാര്യം ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്കത് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഭ്രാന്തിൻ്റെ ഗുളികയൊക്കെ കഴിച്ച് ഇനി വല്ലതൊക്കെ ആയിപ്പോ, ഭ്രാന്തായിപ്പോ, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഭ്രാന്ത് എന്നൊരു പേര് പോലും അതിന് കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ഇത് ഒരു തരം പെട്ടെന്ന് വന്ന ഒരു ഡിപ്രഷനാണ്, ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഡിപ്രഷൻ മാത്രമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാധാരണ ഒരു പല്ലുവേദനയ്ക്കൊക്കെ ഡോക്ടറെ കാണാൻ പോകുന്ന പോലെ തന്നെയുള്ളൂ. അങ്ങനെ പോവുക, കാണിക്കുക, കുറച്ച് നാൾ മരുന്നിലൂടെ തിരിച്ചു കൊണ്ടുവരിക. നമുക്ക് വേണ്ടത് ആ കുട്ടിയെ സാധാരണ നിലയിലുള്ള ഒരു ലൈഫാണ് വേണ്ടത്, തിരിച്ചു കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ അവൾ ഒരു കുഞ്ഞിൻ്റെ അമ്മ ആകാൻ വയറിൽ തന്നെ അവൾ അമ്മയായി എന്നുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ട ഒരുപാട് കൗൺസിലിംഗ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ കൊടുക്കണം. അവൾക്ക് ആ സമയം മുതൽ വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കണം. എല്ലാം ഒരു ഈസിയാണ് എന്നുള്ള ഒരുപാട് മാനസിക സന്തോഷങ്ങൾ നിങ്ങൾ കൊടുക്കുക. തീർച്ചയായിട്ടും അവളുടെ മാനസികാവസ്ഥ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അവളൊരു ഡിപ്രഷനിലേക്ക് ഒരിക്കലും പോകത്തില്ല. നമുക്ക് വേണ്ടത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും സുരക്ഷിതത്വവും സന്തോഷമുള്ളൊരു ലൈഫുമാണ്. അപ്പോൾ തന്നെ നമ്മൾ തുടക്കത്തിൽ അത് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും പല പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു വിഷമം എന്ന് വെച്ചാൽ അവളുടെ ഡെലിവറി പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവളുടെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി. കുഞ്ഞുറങ്ങുമ്പോൾ അവൾ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുണരുമ്പോൾ കുഞ്ഞിനെ നോക്കി അവളുടെ ലൈഫും ഫുൾ ബിസി ആക്കുകയാണ്. കാര്യം അവൾക്ക് സമയത്ത് അവളുടേതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നിങ്ങൾ തള്ളിവിടരുത്. അവളെ ഒപ്പം നിൽക്കണം. അവളെ ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ വിട്ടുകൊടുക്കരുത്. കാര്യം അവൾക്ക് വേണ്ടേ സന്തോഷമൊക്കെ. കുഞ്ഞായതോടുകൂടി അവളുടെ ലൈഫേ പോയി എന്നൊരു തോന്നൽ അവൾക്ക് ഒരിക്കലും വരരുത്. അപ്പോൾ അതിന് വേണ്ടത്ര സപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ പറയുന്ന ഹസ്ബൻഡ് വീട്ടുകാർ, അവളുടെ വീട്ടുകാർ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഒരു സ്ത്രീ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. പിന്നെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള അധമ ചിന്താഗതിയൊക്കെ എല്ലാവരും ഉപേക്ഷിക്കണം. സൗന്ദര്യം ഒരു 2, 3, 4, 5 ഒക്കെ പ്രസവിച്ച് സുന്ദരികളായ സ്ത്രീകൾ ഈ കേരളത്തിലുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരിക്കലും സൗന്ദര്യമൊന്നും ഒരിക്കലും നഷ്ടപ്പെടുന്ന കാര്യമല്ല, നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രസവ വേദന എന്ന് പറയുന്നത്, ഇപ്പോൾ വേദനയില്ലാത്ത പ്രസവമൊക്കെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട. പിന്നെ വേദന എന്ന് പറയുന്നത് അത് നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ, നമ്മൾ 10 മാസം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ ആ വേദനയൊക്കെ അങ്ങ് കണക്കിലെടുക്കും. നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മളെല്ലാം അതിജീവിക്കും. അതൊന്നും ഒരു പ്രോബ്ലം ഉള്ള കാര്യമല്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് കൗൺസിലിങ്ങിലൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊല്ലാതിരിക്കട്ടെ, ആ സ്ത്രീയായിട്ടൊന്നും ചെയ്യാതിരിക്കട്ടെ, അവൾ ഒരു സന്തോഷവതിയായ ലൈഫ് തിരിച്ചു കൊണ്ടുവരട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.